രാവിലെ തന്നെ മഴയാണേ, മഴയും ഭയങ്കര കാറ്റും കേട്ടോ. കാറ്റത്ത് കുറേ മരച്ചില്ലകളൊക്കെ ഒടിഞ്ഞ് അവിടെ വീണിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് വരെയും പോവുകയൊക്കെ ചെയ്യുകയാണ്. അതുകൊണ്ട് ഉച്ചത്തേക്ക് ഉള്ള തേങ്ങയൊക്കെ അരച്ചൊക്കെ വെച്ചാൽ ജോലി തീരും. അതുപോലെ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് പേടിക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ പുട്ടിനുള്ള തേങ്ങയും പിന്നെ ഉച്ചത്തേക്കുള്ള കൂട്ടാനുള്ള തേങ്ങയും കൂടെ ഒരുമിച്ച് തിരുമ്മി പുട്ടിനുള്ള പൊടി ഉപ്പിട്ട് കലർത്തിയിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ കുതിർന്ന് നമുക്കിനി പുട്ട് ഓരോന്ന് ചെയ്ത് തുടങ്ങാം. 3 പുട്ടേ ചെയ്യുന്നുള്ളൂ കേട്ടോ. 4 പേർക്കാണേ. അത് തന്നെ അധികം വരും പകുതി. പിന്നെ അത് ആരെങ്കിലും വൈകിട്ട് മോനോ ചേട്ടനോ ആരെങ്കിലും കഴിച്ചോളൂ. അപ്പോൾ അതുകൊണ്ട് കളയത്തേന്നുമില്ല, അതുകൊണ്ട് അത് പേടിക്കണ്ട. പിന്നെ ഉച്ചത്തേക്കുള്ള തേങ്ങയൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എന്താ കഴിച്ചാൽ? ചപ്പാത്തി മീനെന്തോ? ഗ്രീൻ പീസോ? എന്താ കിഴങ്ങൊക്കെ ഇട്ടോ? ക്യാരറ്റ്. ഇന്നത് കോളേജിൽ പോകണോ അതോ പഠിപ്പിക്കാനോ? സ്കൂളിലോ? ആറന്മുളയിലല്ലേ? അന്നേരം ഇന്നലെ നീ പറഞ്ഞ കോളേജിൽ പോകണമെന്നോ? ഇത് ഞങ്ങളുടെ ഒരു മോളാണേ. അപ്പോൾ അവൾ ആലപ്പുഴയിലാണ് വീട്. ഇവിടെ ഇലന്തൂർ B.Edന് പഠിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ആറന്മുള സ്കൂളിലാണ് അവൾക്ക് പ്രാക്ടീസിന് കിട്ടിയത്. അപ്പോൾ പുട്ട് റെഡിയായി. നല്ല ചൂട് പുട്ട്. ഈ മഴയത്ത് ചൂട് പുട്ടും ഈ സവാളയും കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും പറയും പുട്ടും പയറും, പുട്ടും പപ്പടം, പുട്ടും പഴമെന്ന്. പക്ഷേ ഇതും പുളിശ്ശേരിയൊക്കെ ചേർത്ത് കഴിച്ചാലും സൂപ്പറാണ് കേട്ടോ. പിന്നെ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി കമത്തി അങ്ങോട്ട് വെച്ച്. ഇനി അടുത്തുള്ള ഒരു ദേവീക്ഷേത്രമുണ്ട്. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ ഇന്ന് കലശപൂജയാണ്. അപ്പോൾ ഞാനും മോനും കൂടെ രാവിലത്തെ ഈ ജോലി കഴിഞ്ഞിട്ട് അമ്പലത്തിലോട്ട് തൊഴാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം രാവിലത്തെ പകുതി ജോലി കഴിഞ്ഞു. പിന്നെ എന്നിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഷാളിടുന്ന ഇങ്ങനെയാണ് കേട്ടോ. 2 ഇങ്ങനെ ഞൊറി പോലെ എടുത്തിട്ട് നല്ല ഒതുങ്ങി കിടക്കുന്ന ഷാളാണെങ്കിൽ പെട്ടെന്ന് റെഡിയാവും കേട്ടോ. ഇത് കോട്ടനാണ്. ആദ്യമേ ഒക്കെ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഇപ്പം നനച്ച് അതൊരു പഞ്ഞി പോലെ ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് കിട്ടും. എന്നിട്ട് 2 സൈഡിലും 2 വലിയ പിന്ന്, ഞാൻ വലിയ പിന്നാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ പിന്ന് ഉപയോഗിച്ചാൽ അത് അല്ലെങ്കിൽ 2-3 പിന്ന് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ തലയിലൊരു ക്ലിപ്പ് ഇട്ട് പൗഡറൊന്നും ഇട്ടില്ല കേട്ടോ. പെട്ടെന്ന് ഒരുങ്ങി പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ മഴയുണ്ട്. മഴയൊന്നും ഇപ്പോൾ തോർന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നല്ല ഭയങ്കര വെയിലുമാണ്. അപ്പോൾ ഇനി തുണിയൊക്കെ മെഷീനകത്ത് ഇട്ടിട്ടുണ്ട്. വന്നിട്ട് വേണം തുണിയൊക്കെ വിരിച്ചിടാൻ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി. അമ്പലത്തിനകത്തൊന്നും ഞാൻ എടുക്കത്തില്ല കേട്ടോ. അപ്പോൾ നിവേദ്യ പൂജയാണ്. എല്ലാവരും പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു. കലശപൂജയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഒത്തിരി താമസിക്കുമെന്നും പറഞ്ഞ് മോൻ പറഞ്ഞ് നമുക്ക് പോകാമ്മ, എന്നുവെച്ചാൽ ഒത്തിരി തുണിയുണ്ട്, അവനും നനയ്ക്കാനുണ്ട്. അങ്ങനെ ഞാൻ മഴക്കോള് കണ്ട വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പിന്നെയും മഴ തുടങ്ങി. പിന്നെ ഞാൻ മേളിൽ അയവള്ളി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തുണികളൊക്കെ വിരിച്ചിട്ട് ചേട്ടൻ്റെ എൻ്റെയും തുണിയുണ്ട്. ഇനി നവനീത് അവിടെ തുണി നനയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ. അവന് കുറേ മുണ്ടുണ്ട്. അവൻ പഞ്ചവാദ്യത്തിന് പോകുന്നുണ്ട്. ഒരു പ്രാവശ്യം ഒരു മുണ്ടേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അതങ്ങ് ഉടഞ്ഞു പോകുമെന്ന് പറഞ്ഞ് പിന്നെ അവന് ഉടുക്കത്തില്ല. അതുകൊണ്ട് കുറേ മുണ്ടുണ്ട്. വേണ്ട, അവൻ നനയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അവൻ അറിഞ്ഞില്ലേ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അവൻ അറിയാതെ എടുത്തതാണ് വീഡിയോ. അവന്മാർ തുണി അവന്മാർ തന്നെ നനയ്ക്കും കേട്ടോ. എനിക്ക് നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അവന്മാർ തന്നെ നനയ്ക്കും എല്ലാ തുണി. പിന്നെ അതുപോലെ തന്നെ മിഷീനകത്ത് ഇടുന്നതൊന്നും അവന്മാർക്ക് അത്ര ഇഷ്ടമല്ല. മുണ്ടൊന്നും അവന്മാർ മിഷീനകത്തൊന്നും ഇടത്തില്ല. അങ്ങനെ ഞാൻ തുണികളൊക്കെ വിരിച്ചു. ഇനി അടുക്കളയിലോട്ട് ഓടി ഉച്ചത്തേക്കുള്ള കൂട്ടാനും ഒക്കെ റെഡിയാക്കുമ്പോഴത്തേക്ക് ഇന്നത്തെ പകുതി ദിവസത്തെ ജോലി കഴിയും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിലേക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ഇടണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഉച്ചത്തേക്ക് ഞാൻ ഈ ഉരുളക്കിഴങ്ങും സവാളയും കൂടിയിട്ട് ഒരു മസാലക്കറി പോലെ ചെയ്ത്, പിന്നെ ബീറ്റ്റൂട്ട് സവാള ഇട്ട് ഒരു ചെറിയൊരു കറിയും മെഴുക്ക് പുരട്ടി, പിന്നെ മത്തങ്ങയും പരിപ്പും കൂടിയിട്ട് ഒരു ഒഴിച്ച് കിട്ടാം, പിന്നെ തൈരുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാളെ കാണുന്നതുവരെ പോയി നാളെ വരാം.